ആ അപ്പോഴത്തേക്ക് ഇനി എനിക്ക് പറയാനുള്ള അവിടുത്തെ ടീം വർക്കിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഞാനിപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ആ സ്ത്രീയും അവരുടെ മോളും എന്ന് വെച്ചാൽ അവരുടെ മോൾ ഇങ്ങോട്ട് വന്ന് രാവിലെ വന്ന് അവിടെ പിന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് റെസിഡൻസിനെയും കൊണ്ട് പുറത്ത് പോകും. അങ്ങനെ ഒരു പരിപാടി ഉള്ളതാണ് അവർക്ക്. അപ്പം ഈ രാവിലെ ലോങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 14 മണിക്കൂറാണ് അവിടെ ലോങ് ഡ്യൂട്ടി ഇടുന്നത് സാധാരണ. അപ്പം ഈ മാനേജറിൻ്റെ സോപ്പിട്ട് നിൽക്കുന്നത് ഈ ഈ എന്താ പറയുന്നത് ഈ പിന്നെ ആ ഡിവോഴ്സ് കഴിഞ്ഞ ആ സ്ത്രീയുടെ മോളും ഉണ്ട് കേട്ടോ. മോളും പിന്നെ വേറൊരു എന്നെ ഞാൻ പറഞ്ഞില്ലേ എന്നെ എപ്പോഴും ചീത്ത വിളിക്കുന്ന ഒരു മുസ്ലിം പെണ്ണുണ്ട് അവിടെ. മുസ്ലിം ലേഡി പെണ്ണുണ്ട്. അപ്പോൾ ചുമ്മാ എന്നെ റെസിഡൻസിന് മുന്നിലൊക്കെ എന്നെ വെച്ച് എന്നെ ചീത്ത വിളിക്കുന്നത്. ഈ രണ്ട് ഈ രണ്ട് ഈ ലേഡീസുമാണ് പിന്നെ എന്താണ് മാനേജറിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അവർ മാനേജറിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാനേജർ എന്തും സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ എന്താണ് സോപ്പിട്ട് വെച്ചേക്കുന്നത്. അപ്പം മാനേജർ എന്തും പിന്നെ അവർക്ക് വേണ്ടി ചെയ്യും അങ്ങനെയൊക്കെ. അപ്പം ഈ ആ ഒരു ദിവസം ഈ ഒരു പയ്യനെ ഞാൻ പറയുന്ന ഒരു പയ്യനുണ്ടല്ലോ എന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്ന, എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാൻ എൻ്റെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുമെന്ന് പറഞ്ഞൊരു പയ്യനുണ്ടല്ലോ. ആ പയ്യനാണ് ഈ ഒരു പെൺകുട്ടിക്ക് അന്ന് അസൈൻ ചെയ്ത് കൊടുത്തത്. ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ ഈ പയ്യനാണെങ്കിൽ മോഷനും പാസ് ചെയ്ത് പിന്നെ ഈ മുകളിലും താഴെ ഇങ്ങനെ ഇറങ്ങി കയറി നടക്കുവാണ്. അപ്പം എനിക്കന്ന് ഉച്ചയ്ക്ക് അവിടെ ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ അവിടെയായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ പയ്യനുണ്ടല്ലോ മോഷൻ പാസ് ചെയ്ത് പിന്നെ അവൻ്റെ എന്താണ് പാഡൊക്കെ ഊരി എറിഞ്ഞിട്ട് അവനിങ്ങനെ നടക്കുവാണ്. മുകളിലും താഴോട്ടും ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുണ്ടല്ലോ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ദാണ്ടേ മോഷൻ പാസ് ചെയ്തു, ഞാൻ കിച്ചണിലാണ് മോഷൻ പാസ് ചെയ്തു. അപ്പോൾ എടുത്ത വായിൽ പുള്ളിക്കാരി പറയുവാണ്, മോഷൻ പാസ് ചെയ്തെങ്കിൽ അതൊരു അഡൽട്ടാണ്, അത് കുഴപ്പമില്ല, മോഷൻ പാസ് ചെയ്ത് നടക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ആ ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ പോയി ആ പയ്യനെ കൊണ്ടുപോയി ഞാൻ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കിച്ചണിൽ പോയി. അപ്പോൾ ടീം വർക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവർ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഈ രണ്ടുപേരും റെസിഡൻസിനെയും കൊണ്ട് ഈ ഒരു 2 പെണ്ണുങ്ങളെ കൊണ്ട് റെസിഡൻസിനെയും കൊണ്ട് പോയിട്ട് ഒരു കുറേ നേരം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് റെസിഡൻസിന് ഡിന്നർ കഴിക്കാനുള്ള സമയമായി. അപ്പം ഞാൻ പിന്നെ ഡിന്നർ കഴിക്കണം. അപ്പം എനിക്ക് ഡിന്നറും പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഒരു പെൺകുട്ടിയുടെ എല്ലാ ജോലിയും ഞാനാണ് അന്ന് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഇനി ഒന്ന് പാത്രം, എൻ്റെ കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ, അപ്പോൾ എന്നെ ഒന്ന് പിന്നെ എന്താണ് ഇവിടുത്തെ വെസൽസ് ക്ലീൻ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? എനിക്ക് പറ്റില്ല. അപ്പം പറയുന്നേക്ക്